എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഏറ്റവും മനോഹരമായ കഥയാണിത്. ഏറ്റവും മനോഹരമായ കഥ ടോൾസ്റ്റോയ് എഴുതിയ യേശുവിനെ കാത്ത് യേശു വരുന്നു എന്ന കഥയാണ് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ദൈവത്തിനെ പറ്റിയുള്ള സങ്കല്പങ്ങൾ തിരുത്തിയത്, ദൈവവിശ്വാസം വ്യക്തിത്വ വികാസത്തിന് ഉപയോഗപ്പെടുത്താം എന്ന് ഈ കഥ എനിക്ക് പറഞ്ഞു തന്നു. എത്ര കഥകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എത്ര കഥകൾ എഴുതുന്നുണ്ട്. നമുക്ക് വീട്ടിൽ ഈ അല്പനേരം ഇരുന്നിട്ട് ഇതുപോലൊരു കഥ പറയാൻ പറ്റാറുണ്ടോ? മക്കളെ കൊണ്ടൊരു കഥ വായിപ്പിക്കാറുണ്ടോ? നമ്മളിപ്പോ ഓണത്തിന് പോലും ബിരിയാണി വെക്കുന്നവരാ മലയാളികൾ. എത്ര ബിരിയാണി വെക്കുന്നു അല്ലേ? ബിരിയാണി കൊണ്ട് അഭ്യാസമാണ്. ബിരിയാണി പാർസല്, ബിരിയാണി പുഴുങ്ങും, ബിരിയാണി ഹോട്ടലിൽ പോയി കഴിക്കും ഇല്ലേ? എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷമായി കേരളക്കരയുടെ മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയ ഒരു ബിരിയാണി, അത് കാസർഗോഡുകാരൻ സന്തോഷ് ഉണ്ടാക്കിയ ബിരിയാണിയാണ്. ഏച്ചിക്കാനത്താണ് അയാൾ. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി മക്കൾക്ക് വാങ്ങിക്കൊടുത്ത എത്ര ആളുണ്ടോ എന്ന് കൈമുക്കിയത്. കഴിഞ്ഞ 5 കൊല്ലമായി കേരളക്കരയുടെ മനസാക്ഷി പിടിച്ചു കുലുക്കിയ ബിരിയാണിയാണ്. നിങ്ങൾ എത്ര പേർ സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി കണ്ടിട്ടുണ്ട്? ഒന്ന് കൈവക്കൂ. ആരുമില്ല. ഇവിടെയാണ് പ്രശ്നം. മനസ്സിലായോ? അതുകൊണ്ട് ഗൗരവതര, നിങ്ങൾ കൃത്യം 1.5 മണിക്ക് മക്കൾക്ക് വേണ്ടി എത്തിയിരിക്കുന്ന നിങ്ങളുടെ ആ കമ്മിറ്റ്മെന്റ് ഞാൻ നിങ്ങളെ ആദരിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാലം സഞ്ചരിക്കാനുണ്ട്. ഓണത്തിന് നെയ്പായസം വെച്ചു കൊടുക്കും മക്കൾക്കില്ലേ? എന്നാ മാധവിക്കുട്ടിയുടെ നെയ്പായസം കണ്ടവരൊന്ന് കൈവക്ക്. 1, 2, 3, 4 പേരാണ് മാധവിക്കുട്ടിയുടെ നെയ്പായസം കണ്ടവർ. ചിലപ്പോ നിങ്ങൾ ആശങ്കപ്പെടാറില്ലേ? പല സീരിയലിലും സിനിമയിലും പല കഥകളും കേൾക്കുമ്പോൾ, എൻ്റെ മക്കള് നമ്മൾ ഇതെല്ലാം കഷ്ടപ്പെട്ടിട്ട് അവസാനം ഈ കുട്ടികളെ എന്നെ കൊണ്ടുപോയിട്ട് സ്നേഹഭവനിലാക്കൂ എന്നൊക്കെ ആശങ്കപ്പെടാറില്ലേ? എൻ്റെ ജീവിതത്തിൽ ഈ വർഷം ഞെട്ടിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ഞാൻ കോളയാട് സെന്റ് കോർണേലിയസ് സ്കൂളിലാണ് പഠിച്ചത്. ആ സെന്റ് കോർണേലിയസ് സ്കൂൾ പഠിക്കുമ്പോൾ ഞങ്ങളുടെ 241 പേരുണ്ടായിരുന്നു പണ്ട് 84 പഠിച്ചത്. ആ 241 ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വിഷു മുതൽ ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. ഗവൺമെന്റിൽ വന്ന് കേരളത്തിലെ പലയിടങ്ങളിൽ നിന്ന് വന്ന് താമസിച്ചത് കൊണ്ട് കേരളത്തിലെ നാനാഭാഗങ്ങളിലുള്ളവർ ഒരുപാട് കല്യാണം കഴിച്ചു പോയവർ, ഇവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഞങ്ങൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ 240 പേരെയും കണ്ടെത്തി കേട്ടോ. ഒരാളെ കണ്ടെത്താത്തത് അയാളെ പറ്റി അവരുടെ രക്ഷിതാക്കൾക്ക് പോലും ഒരു വിവരമില്ല. 35 കൊല്ലം മുമ്പേ ആന്ധ്രയിലേക്ക് പോയി കളഞ്ഞ, അതുകൊണ്ട് ഒരു പിടിയില്ല. അതുകൊണ്ട് അവർ രക്ഷിതാക്കൾക്കും പിടിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് പിടി. അങ്ങനെ ഇരിക്കുമ്പോ ഒരു രാധയെ കാണുന്നില്ല, ഒരു ആക്കും പിടിയില്ല. രാധയുടെ വീട് പേരാവൂരിന്റെ പരിസരത്താണ്. അന്വേഷിച്ച് അവസാനം പിടികിട്ടി രാധയിൽ ഇങ്ങനെ അറയങ്ങാട് സ്നേഹഭവനിലുണ്ട് എന്നൊരു സംശയം പറഞ്ഞു. സ്നേഹഭവനിലുണ്ട്. ആ വിവരം കിട്ടി അന്ന് തന്നെ സൈമൺ മുത്തുപറമ്പിലിനെ ഞാൻ വിളിച്ചു. എടാ, നീ ഹോട്ടൽ നടത്തുന്ന സൈമ ചെട്ടിയാമുക്കിൽ, നീയാ നിന്റെ ഉച്ചക്കത്തെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് അവിടെ പോകണം. അവിടെ പോയിട്ട് നിന്ന് അന്വേഷിക്കണം രാധ ഉണ്ടോ അവിടെ. സൈമൺ ഒരു 3 മണിയാകുമ്പോൾ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് അവിടുത്തെ സിസ്റ്ററോട് ചോദിച്ചു, സ്നേഹഭവനിലെ സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്ററെ ഒരു രാധ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പേരാവൂരിന്ന് വന്നുള്ള ആള് ഇവിടെ ഉണ്ടോ? അപ്പോൾ സിസ്റ്റർ പറഞ്ഞത്, അയ്യോ നിങ്ങൾ അരമണിക്കൂർ ലേറ്റായിപ്പോയി. അരമണിക്കൂർ മുമ്പ് രാധ മരിച്ചു. അരമണിക്കൂർ മുമ്പേ. ഞങ്ങൾക്ക് രാധയെ കാണാനും പറ്റില്ല, രാധയ്ക്ക് ഞങ്ങളെ കാണാൻ പറ്റില്ല. രാധയുടെ ശവസംസ്കാര ചടങ്ങിൽ ഇതിൻ്റെ അടുത്ത വീട്. ഞങ്ങളെല്ലാം പങ്കെടുത്തു, ഞങ്ങൾ റീത്ത് വെച്ചു, മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ ഞാനും ഇതുപോലെ സ്നേഹഭവനിൽ മരിക്കേണ്ടി വരുമോ എന്ന് എപ്പോഴെങ്കിലും ഒരിക്കൽ നിങ്ങൾ ആശങ്കപ്പെട്ടു? കൃപയിലോ സ്നേഹഭവനിലോ വേണ്ടി ഒരാശങ്കയും വേണ്ട. ഒറ്റൊരു പണിയെടുത്താൽ മതി, നെയ്പായസം വെച്ചു കൊടുത്താൽ മതി മക്കൾ. എന്താ അത്? മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന കഥ വായിച്ചു കൊടുക്കുവോ? നിങ്ങൾ തയ്യാറുണ്ടോ? ഞാൻ വലിയ റിസ്ക്കും വലിയ ടാർഗറ്റും നിങ്ങൾക്ക് തരുന്നില്ല. നിങ്ങൾ ആഴ്ചയിൽ ഒരു കഥ വായിക്കാൻ പറ്റുമോ? നിങ്ങളുടെ വീട്ടിൽ മട്ടത്തിലിരുന്നിട്ട് ഒരു പാട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ വീട്ടിലിരുന്നിട്ട് ഒരു പാട്ടിനെ കുറിച്ച് രസമുള്ള പാട്ട്. പിഞ്ചു ഹൃദയം ദേവാലയം മണിക്കൊഞ്ചല കോവിൽ മണിനാദം
പുലരിയും പൂവും പൈതലിൻ ചിരിയും ഭൂമിദേവി തന്നാഭരണങ്ങൾ എന്ന പാട്ട്. ആ പാട്ടും പാടിയിട്ടൊന്ന് മുറ്റത്തിറങ്ങുമോ? രാവിലെ എഴുന്നേറ്റ ഉടനെ മക്കളെയും മുന്നിലത്തെ വാതിൽ തുറന്നിട്ട് വരാന്തയിൽ ഒരു 10 മിനിറ്റ് ഇരിക്കുമോ? നിങ്ങൾ അടുക്കളയിൽ അടുക്കളയിലേക്ക് ഓടല്ല, ഒരു 10 മിനിറ്റ് വരാന്തയിൽ. എന്നിട്ട് അവിടെ കൊച്ചിൻ ബിനാലെ 300 കോടി ഉറുപ്പ്യ ചെലവഴിച്ച കൊച്ചിൻ ബിനാലയേക്കാൾ 3000 കോടി ചെലവഴിച്ചാൽ ഉണ്ടാക്കാൻ പറ്റാത്തൊരു ബിനാലെ നിങ്ങളുടെ വീടിന്റെ മുന്നിലുണ്ട്. അറിയോ? അത് പ്രഭാതമാണ്. ഈ പ്രഭാതം പോലെ സുന്ദരം ലോകത്ത് വേറെ എന്താണുള്ളത്? എന്നാൽ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പ്രഭാതം കാണുന്നില്ല. മിക്ക കുട്ടികളും ഉണരാൻ വൈകുന്നു. ഉണർന്നാലോ വാതിൽ തുറന്നും വരാന്തയിലേക്ക് വരുന്നില്ല. അടുക്കളയിലും അകത്തും ചായയും കൂടിയും കക്കൂസുപ്പൊക്കും എല്ലാം അകത്തല്ലേ. അവിടെ നിന്ന് തന്നെ അഭ്യാസമൊക്കെ കഴിഞ്ഞ് പോവാൻ നോക്കുമ്പോ വാതിൽ തുറക്കും, തപ്പേ അപ്പ തന്നെ അടക്കും. നിങ്ങൾ കുട്ടികളെയും കൊണ്ട് പ്രഭാതത്തിൽ മുറ്റത്തിറങ്ങിയിട്ട് ഇന്ന് മഴക്കാറില്ലല്ലോ, ഇന്നൊരു പ്രസാദാത്മകമായ അന്തരീക്ഷമാണല്ലോ, ഇന്നലത്തേക്കാൾ 2 പൂക്കൾ ഇന്ന് കൂടുതൽ വിരിഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന് കിളികളുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, ഇന്ന് മഞ്ഞുണ്ടല്ലോ, ഇന്ന് ആ റോഡിലൂടെ പോകുന്ന അതേതാ ഒരു പുതിയ വട്ടി. ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം നിങ്ങൾ വരാന്തയിൽ ഇരുന്നിട്ട് മക്കളുമായിട്ട് ചർച്ച ചെയ്യുമോ പ്രഭാതത്തിൽ? ആ പ്രഭാതമാണ് മനുഷ്യന്റെ വിഭാഗം, മനസ്സിന്റെ വിഭാഗമാക്കി മാറ്റിയെടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ കാൽപ്പനികമായി വളർത്തിയെടുക്കുക മാത്രമാണ് മയക്കുമരുന്നിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്താനുള്ള ഒരേ ഒരു മാർഗം. നമ്മൾ മയക്കുമരുന്നിനെതിരായി എക്സൈസുകാർ വേറെ, സർക്കാർ വേറെ, മാഷന്മാർ വേറെ, NSS വേറെ, എല്ലായിടത്തും മയക്കുമരുന്നിനെതിരായിട്ടുള്ള യുദ്ധമാണ്. പക്ഷേ എത്ര യുദ്ധം നടക്കുന്നോ അത്ര മയക്കുമരുന്നും വർദ്ധിച്ചു വരുന്നുണ്ട് ഇല്ലേ? ഇപ്പൊ എന്താ മാർഗം? ആ മയക്കുമരുന്ന് വുഹാനിൽ പൊട്ടിപ്പുറപ്പെട്ട കൊറോണയെ തടയാൻ വുഹാനിൽ പോയിട്ട് ഓട്ടയടക്കാൻ പറ്റിയോ? നമുക്ക് നമ്മുടെ ഓട്ടയടക്കല്ലേ ഇത്. നമ്മുടെ ഓട്ട എന്താ? മൂക്ക് വായ അല്ലേ? നമ്മൾ മാസ്ക് ഇട്ടില്ലേ? അതുപോലെ ഈ മയക്കുമരുന്ന് വിൽക്കുന്ന ഇടങ്ങളെ മുഴുവൻ നശിപ്പിച്ചിട്ട് മയക്കുമരുന്ന് ഇല്ലാതാക്കാൻ പരിശ്രമിക്കുക എളുപ്പമല്ല. നമുക്ക് നമ്മുടെ കുട്ടിയെ പ്രതിരോധിക്കാൻ പറ്റുമോ? എങ്ങനെ പ്രതിരോധിക്കാം? കുട്ടിയുടെ കൂടെ എപ്പോഴും നടക്കാൻ പറ്റുമോ? കുട്ടിയുടെ കൂടെ നമ്മൾ കൂടെ ഉണ്ടെന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്താൻ എന്താ മാർഗം? ഈ ഉണ്ണിക്കിടാങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം ഉണ്ടായിരിക്കണേ ഭഗവാനെ സന്താന ഗോപാല കൃഷ്ണ. ദൈവത്തെ ഏൽപ്പിച്ചിരിക്കുന്നു. കുട്ടി മയക്കുമരുന്നിന് അങ്ങോട്ട് പോകുമ്പോ അങ്ങോട്ട് അടുക്കാൻ അനുവദിക്കരുത്. നിങ്ങൾ അറിയുമോ, മഹാഭൂരിപക്ഷം മയക്കുമരുന്നിന്റെ അടിമകളായിരിക്കുന്ന കുട്ടികൾ എല്ലാം ദൈവവിശ്വാസികളാ. എന്നിട്ട് ഈ ദൈവം ഇവരെ രക്ഷപ്പെടുത്തിയില്ലല്ലോ. എന്തുകൊണ്ടാ? അവർക്ക് ദൈവമല്ല നിങ്ങളെ വേണ്ട. നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവുമോ? നിങ്ങൾ എപ്പോഴും കൂടെ പോകാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാകാൻ അവരുടെ ഉള്ളിൽ, അവരുടെ ചങ്കിൽ നിങ്ങൾ ഇടം പിടിക്കുമോ? ഇതാണ് ചോദ്യം. നിങ്ങൾ ഇടം പിടിക്കുമോ? മിക്ക കുട്ടികളുടെയും ഹൃദയത്തിൽ അച്ഛനല്ല, അമ്മയില്ല. അതുകൊണ്ടാണ് കുട്ടികൾ രാത്രിയിൽ വൈകിട്ട് വരുന്നില്ലേ? തഞ്ച കിട്ടുമ്പോ പുറത്തു പോകുന്നില്ലേ? ചങ്കുകളുടെ കൂടെ പോകുന്നില്ലേ? അതൊന്നും ഒരു തെറ്റല്ല. പക്ഷേ രക്ഷിതാക്കളെക്കാൾ പുറത്തുള്ളവർക്കാണ് കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് എങ്കിൽ അവിടെ കുട്ടികളല്ല പരാജയപ്പെട്ടത്, രക്ഷിതാക്കളെ നിങ്ങളാണ് പരാജയപ്പെട്ടത്. കാരണം നിങ്ങൾ അവന്റെ ശരീരത്തെ വളർത്താൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അവന് വസ്ത്രം കൊടുക്കുന്നുണ്ട്, അവന് പാർപ്പിടം കൊടുക്കുന്നുണ്ട്, അവന് ഫീസ് കൊടുക്കുന്നുണ്ട്, പുസ്തകം വാങ്ങി കൊടുക്കുന്നുണ്ട്, ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവന്റെ ഭൗതിക വസ്തുക്കളാണ്. അവന് മനസ്സ് കൊടുത്തോ? അവന് ഹൃദയം കൊടുത്തോ? ഈ ചോദ്യത്തിനുമാണ് നിങ്ങൾ മറുപടി കണ്ടെത്തേണ്ടത്. മനസ്സും ഹൃദയവും കൊടുത്തോ എന്നാ ചോദ്യം. ശരീരത്തെ പോറ്റിയിട്ട് നല്ലോണം പോറ്റിയിട്ട് എന്തൊക്കെ കാര്യമുണ്ടോ? നിങ്ങൾ രോഗമില്ലാത്തൊരു ശരീരം വേണം. അല്ലാതെ നല്ലോണം തിന്നാൻ കൊടുത്ത് തടിപ്പിച്ചിട്ട് നല്ലോണം തിന്നൂട് പോനെ. ക്രിസ്മസ് വരാൻ പോവല്ലേ, ഇറച്ചിക്കെല്ലാം ഭയങ്കര വിലയായിരിക്കും, ഇതിന്റെ ചന്തിമെന്ന് അരിയാലോ കുറച്ച് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല, പറ്റില്ല. അവന്റെ ശരീരത്തിന് കൊടുത്തത് കൊണ്ട് കാര്യമില്ല. അതിന്റെ പേരിൽ നിങ്ങൾ അഹങ്കരിക്കരുത്. നിങ്ങൾക്ക് ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ നിങ്ങൾ വലിയ അവകാശവാദം ഉന്നയിക്കണ്ട. നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂലെങ്കിൽ എത്ര കുട്ടികൾ വേണോ ഞാൻ പോറ്റാം, നിങ്ങൾ തന്നെ. എനിക്ക് നിങ്ങൾ ഒരു
വെള്ളക്കടലാസിൽ എഴുതി തന്നാൽ മതി. എനിക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല, എനിക്ക് പാർപ്പിടം ഒരുക്കി കൊടുക്കാൻ പറ്റില്ല, ഇവൻ ആവശ്യമായ ഡ്രസ്സ് വാങ്ങിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇവനെ നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഏറ്റെടുത്താൽ ജില്ലാ പഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ എന്റെ ചുമതലയാണ് മക്കളോ ആരും ഇല്ലാത്ത കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. കുട്ടികളുടെ ചിൽഡ്രൻ ഹോമുകളിൽ പാർപ്പിച്ചിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് ഞാനാണ്. അതിന്റെ ചുമതലയുള്ള ആളാ ഞാൻ. നിങ്ങൾ വെള്ളക്കടലാസിൽ എഴുതി തന്നാൽ മതി, ഞാൻ ആയിക്കോളാം. അതിന്റെ പേരിൽ അവകാശം പറയണം. മനസ്സിലായി? ഭക്ഷണം കൊടുക്കുന്നില്ലേ, തിന്നാൻ തരുന്നില്ലേ, ഡ്രസ്സിന് ഡ്രസ്സ്, ഭക്ഷണത്തിന് ഭക്ഷണം, ഏതല്ല പണ്ട് പറയുന്ന കാര്യ. അതൊന്നും ഇനി പ്രസക്തല്ല. നിങ്ങളവന് മനസ്സ് കൊടുത്തോ? ശരീരം വളർത്തലല്ല, മനസ്സ് വർദ്ധിച്ചു വളർത്തിയോ, ഹൃദയം വളർത്തിയോ എന്നാണ് ചോദ്യം. അവന്റെ പേഴ്സണാലിറ്റി വളർന്നോ എന്നാണ് ചോദ്യം. അത് വളർത്തണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളുമായിട്ടുള്ള ബന്ധം സോഫ്റ്റനാവണം. ആ സോഫ്റ്റനാവുന്നതിന് നിങ്ങളുടെ മക്കളുടെ വ്യക്തിത്വ വികാസം എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിയണം. അതിന് ഒരു 6-7 പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ പോയിന്റ് വളർത്താനുള്ള മാർഗവും പറഞ്ഞ് എന്റെ ക്ലാസ് നിർത്താം. എന്താണ് ഒരു കുട്ടിയുടെ വ്യക്തിത്വം? അവന്റെ ബുദ്ധിശക്തി മാത്രം വളർന്നാൽ ഒരു കാല് മാത്രം വളരുന്ന മന്ത് പോലെയാവും. ബുദ്ധിശക്തി മാത്രം വളർന്നിട്ട് കാര്യമില്ല. എത്ര ആളുകൾ എനിക്ക് പരിചയമുള്ളവരുണ്ട്, ബുദ്ധി മാത്രം വളർന്നിട്ട് ജീവിതത്തിൽ മദ്യപാനത്തിന് അടിമയാണ്, ബുദ്ധി മാത്രം വളർന്നു. ഭയങ്കര എത്ര അധ്യാപകർക്ക് അറിയാമെന്നറിയോ, അസലായിട്ട് ക്ലാസ് എടുക്കും, പക്ഷേ ജീവിതം അമ്പേ പരാജയം. നല്ല ബുദ്ധിയുള്ളവരാണ്, ജീവിതം അമ്പേ പരാജയമാണ്. അതുകൊണ്ട് ബുദ്ധിശക്തി വളർത്തുന്നതിന് ആനുപാതികമായി നിങ്ങൾ സാമ്പാർ വെക്കുമ്പോ സാമ്പാറിൽ ഒരു വിഭവം മാത്രം കൂടുതൽ ഇട്ടാൽ നല്ല സാമ്പാറാവോ? അതിന് വെണ്ടയ്ക്കയും തക്കാളിയും ഉരുളക്കിഴങ്ങും അതുപോലെ പിന്നെ മസാല, മല്ലി, മുളക്, മഞ്ഞൾ, ഇതൊക്കെ കണക്കായിട്ട് ചേരുംപൊടി ചേർത്താലേ നല്ല സാമ്പാറാവൂ. നിങ്ങളെ കുട്ടീനെ നല്ല സാമ്പാറാവാൻ നിങ്ങൾ ഒരുപാട് ഉരുളക്കിഴങ്ങ് മുറിച്ചതിലിട്ട് വലിയ സാമ്പാറാവട്ടെ എന്ന് പറഞ്ഞാവോ? അതുപോലെയാണ് ബുദ്ധിശക്തി മാത്രം വളർത്തലല്ല നമ്മുടെ കുട്ടിയുടെ ലക്ഷ്യം. അതാണ് പുതിയ കാലഘട്ടത്തിൽ അവനെ അതിജീവിക്കാൻ പഠിപ്പിക്കണമെങ്കിൽ അവന്റെ കൂടെ നിങ്ങൾ നിൽക്കണം. അവന്റെ കൂടെ നിങ്ങൾ നിൽക്കണമെങ്കിൽ അവന് ഗുരുത്വം ഉണ്ടാകണം. എന്താ ഈ ഗുരുത്വം? ആപ്പിള് ഭൂമിയിലേക്ക് വീണപ്പോ ഒരാളെ മൊട്ടത്തലയിൽ വീണു. അയാൾ ആപ്പിളിനോട് ചോദിച്ചു, നീ എന്താണ്? വേറെ എത്ര സ്ഥലമുണ്ട് എന്റെ തലയിൽ വീണത്? അപ്പൊ ആപ്പിള് പറഞ്ഞു, ഞാനും മരവും തമ്മിലുള്ള ബന്ധം അറ്റുപോയപ്പോ എന്നെ താഴെ ആരോ പിടിച്ചു വലിച്ചു. ഞാൻ പോകുന്ന വഴിയിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങളുടെ തലയിൽ വീണു. ആരടാ പിടിച്ചു വലിച്ചത്? അടുത്ത ചോദ്യം. അപ്പൊ ഭൂമി പറഞ്ഞു, ഞാനാ പിടിച്ചു വലിച്ചത്. ഞാൻ വലിയതാണ് ഭൂമി, ഈ ആപ്പിളിൽ ചെറിയതാണ്. വലിയതിന് ഗുരു എന്ന് പറയും, ചെറിയതിന് ലഘു എന്ന് പറയും. പണ്ട് വൃത്തം പഠിച്ചവർക്കറിയാം, ഗണം പഠിച്ചവർക്കറിയാം. ദീർഘാക്ഷരം ഗുരുവാകും, ഹ്രസ്വാക്ഷരം ലഘുവാണ് അല്ലെ? നീളമുള്ള അക്ഷരത്തെ ഗുരുവെന്നും നീളം കുറഞ്ഞ അക്ഷരത്തെ ലഘു എന്നും പറയും. കാ എന്ന് പറഞ്ഞാൽ ഗുരുവാണ്, ക എന്ന് പറഞ്ഞാൽ ലഘുവാണ്. ആപ്പിള് ലഘുവാണ്, ഭൂമി ഗുരുവാണ്. ഗുരുവായ ഭൂമി ലഘുവായ ആപ്പിളിനെ പിടിച്ചു വലിക്കുന്നു. അങ്ങനെയാണ് ഗുരുത്വബലം, ഗുരുത്വബലം കണ്ടെത്തിയത്. നിങ്ങൾ കുട്ടിയെയും കൊണ്ട് റോഡിലൂടെ പോകുമ്പോ കുട്ടി റോഡിലേക്ക് ഓടുമ്പോ നിങ്ങൾ പിടിച്ചു വലിക്കൂലേ? ഗുരു ലഘുവിനെ പിടിച്ചു വലിക്കൂലേ? അപ്പൊ പിടിച്ചു വലിക്കുമ്പോ കുട്ടി ഓടാതെ നിങ്ങളുടെ കൂടെ നടന്നാൽ അതിന് ഗുരുത്വം എന്ന് പറയും. എന്നാൽ അത് കേൾക്കാതെ കുട്ടി റോഡിലേക്ക് തന്നെ പോയാ ഗുരുത്തക്കേട് എന്ന് പറയും. അത് ഗുരുത്വക്കേടാണ്. മനസ്സിലായ? ഭൂഗുരുത്വം നമ്മളും. ഗുരു എന്ന് പറഞ്ഞാൽ വലുതാണ്. ആ വലുതായ ഗുരു നിങ്ങളുടെ കുട്ടിയുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായാൽ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോ അവന്റെ ഉള്ളിൽ നിന്ന് എന്റെ അച്ഛൻ കാണുന്നുണ്ട്, എന്റെ അമ്മ കാണുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കലാണ് നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ രക്ഷാകവചം. അതിനവരുടെ ചങ്കിൽ നിങ്ങൾ ഇടം പിടിക്കുക. അതിടം പിടിക്കണമെങ്കിൽ അവന് ബുദ്ധി മാത്രം വളർന്നാ പോരാ. ബുദ്ധിയുടെ കൂടെ അച്ഛൻ എന്ന വാക്ക്, അമ്മ എന്ന വാക്കിന്റെ മൂല്യം അറിയണം. ഇപ്പൊ എന്താ അമ്മ എന്ന് പറഞ്ഞാൽ? അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്താ? ചോദിക്കുമ്പോ പൈസ തരുന്ന ആൾ അച്ഛൻ അല്ലേ? ചോദിക്കുമ്പോ ബൾബി തരുന്ന ആൾ അമ്മ. അതിനപ്പുറത്ത് അച്ഛൻ അമ്മ എന്ന വൈകാരികമായ ബന്ധം നിങ്ങൾ വളർത്തിയെടുത്തോ? അച്ഛനും അമ്മയും തമ്മിലുള്ള വൈകാരികമായ ബന്ധം വളർത്തിയെടുത്തോ? അതാ ചോദ്യം. അതിനാണ് ഇമോഷണൽ കോഷ്യന്റ് എന്ന് പറയുന്ന ഒരു കോഷ്യന്റ് ഉണ്ട് കുട്ടികൾക്ക്. വൈകാരികമായി ചിരിക്കണം, കരയണം, ദേഷ്യം വരണം. പക്ഷേ ചിരിക്കാൻ പാടില്ലാത്തടത്ത് ചിരിക്കരുത്, കരയാൻ പാടില്ലാത്തടത്ത് കരയരുത്, ദേഷ്യം വരാൻ പാടില്ലാത്തടത്ത് ദേഷ്യം വരരുത്. ആ വൈകാരികമായ ബന്ധം
ആ ബന്ധം വളർത്തിയെടുക്കാൻ എന്താ ചെയ്യുക? അതിനാണ് ഞാൻ പറഞ്ഞത്, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഹൃദയം തുറന്ന് സംസാരിക്കുക, സോഫ്റ്റനാക്കുക. സോഫ്റ്റനാക്കാൻ, ഇഡ്ഡലി സോഫ്റ്റനാക്കാൻ, ചപ്പാത്തി സോഫ്റ്റനാക്കാൻ യൂട്യൂബിൽ നിന്ന് പലതും ഡൗൺലോഡ് ചെയ്യില്ലേ? ഫേസ്ബുക്കിൽ വരും, ഈശ്വരാ ഇത്ര കാലമായിട്ട് ഞാനിത് അറിയാണ്ടായി പോയല്ലോ, ഇത്രയും എളുപ്പത്തിൽ സോഫ്റ്റായി ഇഡ്ഡലി ചൂടാമായിരുന്നോ? അപ്പൊ നമ്മൾ നോക്കി, എന്തെന്നാ സൂത്രം നോക്കി നോക്കി വരുമ്പോ ആദ്യം ഒന്നും പറയൂല, അവസാനം വരെ വായിച്ചാൽ ഇവര് പൈസ കിട്ടൂ. അവസാനം ഉണ്ടാവും തലേന്നത്തെ ചോറ് കൂട്ടി അരച്ചാൽ മതി. ഇതായിരിക്കും അറിഞ്ഞൂടാത്ത. എന്നാൽ ബന്ധങ്ങൾ സോഫ്റ്റനാക്കാൻ നിങ്ങൾ പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് നടക്കുമോ? അതാണ് ചോദ്യം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എത്ര സമയം പുഞ്ചിരിക്കുന്നോ അത്ര നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാകും. അമ്മ പുഞ്ചിരിക്കുന്ന, അച്ഛൻ പുഞ്ചിരിക്കുന്ന വീടാണ് ഒരു കുട്ടിയുടെ എനർജി. അത് നിങ്ങൾ അറിയണം. എപ്പോഴും മസിലും പിടിച്ചിരിക്കുന്ന വീടാണ് പലപ്പോഴും കാണുന്നത്. രാവിലെ എണീറ്റ് വരുമ്പോ തന്നെ ഒരു പ്രസാദാത്മകമായ മുഖമുണ്ടാ. ആരോടോ ദേഷ്യം വന്ന പോലെ, ഇലാമെന്ന് വീണ പഞ്ചക്ക പോലെ ആക്കിയിട്ടാ പലരും എണീറ്റ് വീഴുന്നേ. നോ, രാവിലെ തന്നെ എഴുന്നേറ്റ് വരുമ്പോ പ്രസാദം വദനത്തിങ്കൽ കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേരുന്നവരായിട്ട് അച്ഛനും അമ്മയും മാറണം. എന്നിട്ട് ആ വീട് പുഞ്ചിരിക്കണം. മുന്നിലത്തെ വാതിൽ തുറക്കലാണ് വീടിന്റെ പുഞ്ചിരി. മനസ്സിലായോ? വീടിന്റെ പുഞ്ചിരി, വീടിന്റെ വാതിലല്ലേ? ഈ വാതിലും ജനലും എന്തിനാ നിങ്ങൾ ഉണ്ടാക്കിയത്? കാണാൻ രസത്തിനാണോ? വാതിലും ജനലും എപ്പോഴും അടച്ചിടുന്നാണ്. പിന്നെന്തിനോ വാതിൽ വെച്ചത്? ആടെ ചുമരോട്ട് മുട്ടിച്ചാ പോരെ? എപ്പോഴും അടച്ചിടാൻ ഒരു വാതിലും ജനലും വേണം. തുറക്കാനാണ് വാതിൽ. തുറക്കുക. രാവിലെ വാതിൽ തുറക്കുക. കുട്ടികൾ കണി കാണേണ്ടത് പ്രഭാതത്തെയാണ്. മിക്ക കുട്ടികളും കണി കാണുന്നത് ക്ലോസറ്റാണ്. നേരെ കക്കൂസിലാ പോകുന്നത്. നോ, മുന്നിലെത്താ ആ പ്രകാശത്തെ കണി കാണട്ടെ. 3 പ്രാക്കളെ സ്വീകരിക്കട്ടെ. പ്രഭാതത്തെ, പ്രകൃതിയെ, പ്രകാശത്തെ. പ്രഭാതം, പ്രകൃതി, പ്രകാശം. 3 പ്രാ. ആ പ്രാകൾ കൂടി ചേരുന്നതാണ് പ്രപഞ്ചം. പ്രപഞ്ചവുമായിട്ട് പ്രപഞ്ചം. പഞ്ചം എന്ന് പറഞ്ഞാൽ 5: പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം. ഭൂമി, വെള്ളം, പ്രകാശം. വായു ആകാശവുമായിട്ട് കുട്ടിക്ക് കണക്ഷൻ ഉണ്ടാവണം. രാത്രിയിൽ നിങ്ങൾ ആകാശത്തെ നോക്കുന്ന, മുറ്റത്തിറങ്ങിയിട്ട് ആകാശത്തെ നോക്കാറുണ്ടോ? നക്ഷത്രങ്ങളുടെ പെരുമഴയുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. കുട്ടികളെയും കൂട്ടി മുറ്റത്തിറങ്ങിയോ? സൂര്യന് ചുറ്റുവട്ടം ഒരു വലയമുണ്ടായില്ലേ? ആ സമയത്ത് നിങ്ങൾ കുട്ടികളെയും കൂട്ടി മുറ്റത്തിറങ്ങിയോ? നിങ്ങൾ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങുന്ന ദിവസം നിങ്ങൾ വീട്ടിൽ ലൈവ് കണ്ടോ? അല്ലെ ആ സമയത്ത് സീരിയലാ കണ്ട്? മുറ്റത്തിറങ്ങിയിട്ട് ആകാശത്ത് നോക്കാറുണ്ടോ? മേടമാസത്തില് 27 നക്ഷത്രങ്ങളെ കണക്ട് ചെയ്താൽ ആടിന്റെ ചിത്രം കിട്ടും. അതുകൊണ്ടാണ് ആടിനാ മേടം എന്ന് പറയാ. അതുകൊണ്ടാ മേടമാസത്തിൽ മേടം എന്ന് പേര് കിട്ടിയ. ഇടവമാസത്തിൽ പോത്തിന്റെ ചിത്രം കിട്ടുന്നതുകൊണ്ട് ഇടവെന്ന് പറഞ്ഞാൽ പോത്ത്. ഭാര്യാഭർത്താക്കന്മാർ മിഥുനങ്ങൾ അഭിമുഖരായിരിക്കുമ്പോ എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും എപ്പോഴും 69 ആയിരിക്കണം എന്നാ. 96 ആണെങ്കിൽ കുട്ടികളുടെ സ്വഭാവ വൈകൃതം ഉണ്ടാവും. ഭാര്യയും ഭർത്താവും 96 ആവരുത്, 69 ആവണം. മനസ്സിലായോ? തിരിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ 69 ഇരിക്കുന്നതിനാണ് മിഥുന മാസം എന്ന് പറയാ. കർക്കിടകം എന്ന് പറഞ്ഞാൽ ഞണ്ടിന്റെ ചിത്രം കിട്ടുന്നതുകൊണ്ടാ കർക്കിടകം. ചിങ്ങം എന്ന് പറഞ്ഞാൽ സിംഹമാണ്, സിംഹത്തിന്റെ ചിത്രം. കന്യകയുടെ ചിത്രമാണ് കന്നി. തുലാശിന്റെ ചിത്രം, ത്രാസിന്റെ ചിത്രമാണ് തുലാം. വൃശ്ചികം എന്ന് പറഞ്ഞാൽ തേളിന്റെ ചിത്രമാണ്. ധനു എന്ന് പറഞ്ഞാൽ അമ്പിന്റെ വില്ലിന്റെ ചിത്രമാണ്. മകരം എന്ന് പറഞ്ഞാൽ മുഖം മുതലിയും ഉടലും മീനുമായിട്ടുള്ള നർമ്മദാദേവിയുടെ വാഹനമായിരിക്കുന്ന മകര മത്സ്യത്തിന്റെ ചിത്രമാണ് മകരം. കുംഭം പാത്രത്തിന്റെ ചിത്രമാണ്. മീനം സാധാരണ പരൽമീന്റെ ചിത്രമാണ്. മനസ്സിലായോ? ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു. നമുക്ക് ഇതൊക്കെ എന്റെ അപ്പൂപ്പൻ എനിക്ക് പറഞ്ഞു തന്ന, എന്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്ന. നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ അപ്പൂപ്പനും തക്കം പറഞ്ഞു തന്നിട്ടില്ലേ? നക്ഷത്രം പറഞ്ഞു തന്നിട്ടില്ലേ? മാസം, മലയാള മാസം പറഞ്ഞു തന്നിട്ടില്ലേ? ഇതൊന്നും തന്നെ നിങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? മക്കളെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് ആര് പറഞ്ഞു കൊടുക്കും? അതൊക്കെ വേണ്ടേ? ആ മുറ്റത്തിറങ്ങിയിട്ട് പ്രഭാതത്തെ കാണണ്ടേ? ആ പുൽക്കൊടിത്തുമ്പിന്റെ മൂർധാവിലെ മഞ്ഞുതുള്ളിയെ നോക്കിയിട്ട് അതിൽ സൂര്യകിരണങ്ങൾ തട്ടുമ്പോ അവിടെയാണ് ശാസ്ത്രജ്ഞനെ ഉൽപ്പാദിപ്പിക്കുക. കാൽപ്പനികനായ ശാസ്ത്രജ്ഞൻ ആ മഞ്ഞുതുള്ളികൾ ചുവന്നു വരുന്നത് കാണുമ്പോ പ്രപഞ്ചം പ്രതിബിംബിക്കും. കാരണം 4 ഭാഗത്തും ഗോളാകൃതിയിൽ ഉള്ളൊരു ഒരു മഞ്ഞുതുള്ളിയിൽ പ്രപഞ്ചം പ്രതിബിംബിക്കുന്ന മഞ്ഞുതുള്ളിയെ കാട്ടിയിട്ടുണ്ടോ? അത് ചുവന്നു വരുമ്പോ ഉഷാകിരണങ്ങൾ പുൽകി പുൽകി
തുഷാര ബിന്ദുവിൻ വദനം ചുവന്നു പകലിന്മാറിൽ ദിനകര കരങ്ങൾ പവിഴമാലികകൾ അണിഞ്ഞു എന്ന് പാട്ടുപാടി കൊടുത്തിട്ടുണ്ടോ? അല്ലെ കേസറ്റൊക്കെ വെച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. ഇതോ രാവിലെ തന്നെ ചില വീട്ടിലുണ്ടാവും. കെട്ടിപ്പൂടിടാ കണ്ണാളാന്നുള്ള പാട്ടാ കേൾക്കുക. ഇവൻ ഏടുന്ന പീഡന കേസ് പ്രതിയാണ്ടിക്കുക. ഇതല്ലേ രാവിലെ കേൾക്കുന്ന അല്ലേ? ഈ സർഗാത്മകതയെ കാട്ടിക്കൊടുത്തിട്ട് അവന് ഇമോഷണൽ സർഗാത്മകമായിരിക്കുന്ന വൈകാരികത ഉണ്ടാക്കിയിട്ടുണ്ടോ? അതാണ്. മോൻ എന്തെങ്കിലും ഒരു നേട്ടം നേടി വന്നോ കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ? എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു ചെക്കൻ +2 ഫുൾ A+ വാങ്ങി വന്ന്, അച്ഛാ എനിക്ക് ഫുൾ A+ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ കണ്ടെത്തുന്നു എന്റെ അച്ഛൻ പറഞ്ഞ ബാക്കി എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഓടിപ്പോയിട്ട് ഒരു ചവിട്ടിട്ട് കൊടുക്കാൻ തോന്നി എനിക്ക്. അയാൾ പറയാ, ഓ ഇനിയിപ്പോ എവിടെയാണോ ചേരുന്നത്? ചേടാ ഈ ഫുൾ A+ കിട്ടിയ ഒരു ചെക്കനെടുത്ത് നന്നായടാന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് എന്റെ മൂർദാവിലൊന്ന് മുകർന്നിരുന്നുവെങ്കിലും ഒരു മകൻ പ്രതീക്ഷിക്കൂലേ? ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ ഇരിക്കുമ്പോ ഒരു മെമ്പർ ഓടി വന്നിട്ട് പറയാ, മെമ്പറെ പ്രസിഡന്റ് എന്റെ ഗ്രാമസഭയ്ക്ക് 250 ആള് പങ്കെടുത്തു, അറിയോ നിങ്ങള്? അപ്പൊ പ്രസിഡന്റ് ഉടനെ പറയാ, മയമാറിയുണ്ട് എല്ലാം എന്റെ ഗ്രാമസഭ കയ്യിലുണ്ടാവുകയും. ഞാൻ അപ്പാട് ആ പ്രസിഡന്റിന് എന്ന കാല് പിടിച്ച് നിലത്തിട്ടടിക്കാനാ തോന്നിയത്. ഒരു നല്ല 250 ആളുണ്ടാ, അതെയാ നല്ല കാര്യല്ലോ എന്ന് ഒരു വാക്കേ വേണ്ടു ആ മെമ്പർക്ക്, അത്രേ വേണ്ടു. അതിനാ പറഞ്ഞു മയമാറിയില്ലെങ്കിൽ എന്റെ ഗ്രാമസഭ കയ്യിൽ കൂടി ആളുണ്ടാവും. ഇങ്ങനത്തെ കുറെ സാധനങ്ങളാണ് നമ്മുടെ നാട്ടിൽ. അസഹിഷ്ണുത, മക്കളോട് അസഹിഷ്ണുത കാണിക്കില്ല. മക്കൾ 50-45 മാർക്കും വാങ്ങി വന്നാൽ കിട്ടിയ 45 ഒരു ഷെയ്ക്കറ്റ് കൊടുക്ക്, എന്നിട്ട് കിട്ടാത്ത 5 പറ്റി പിന്നെ ആലോചിക്കുക. അത് ഏടിയാടാ 5 പോയേ വെറുതെ പിന്നെ ചോദിച്ചാൽ, അല്ലാതെ ആദ്യം തന്നെ ആ 5 ഏടിയാ പോയേ വന്നോടനെ ചോദിക്കൂ, അല്ലേ? വന്നോടനെ ചോദിക്കൂ. 90 മാർക്കും വാങ്ങി വന്ന മോനെ, 90 മാർക്കും വാങ്ങി വന്ന ചെക്കൻ പറയാ പോയിട്ട് 90 മാർക്കും വാങ്ങിയിട്ട് വന്നിട്ട് ചെന്നപ്പോ ആ അച്ഛന് വന്നിട്ട്, അച്ഛാ 90 മാർക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട്, അപ്പ നീ 0 കൂട്ടിയിട്ടല്ലടാ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്നെ അടിച്ചു. ഞാൻ അമ്മയാണ് സത്യം 0 കൂട്ടിയില്ല, അമ്മയാണ് സത്യം 0 കൂട്ടിയില്ല എന്ത് പറഞ്ഞിട്ടു അച്ഛൻ വിശ്വസിക്കുന്നില്ല. ഞാൻ 0 കൂട്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടാ. ഞാൻ എന്നിട്ട് അമ്മ വന്ന് ചോദിച്ചു, നീ 0 കൂട്ടിയിട്ടാ? ഇല്ല, അമ്മയാണ് സത്യം, ഞാൻ 0 കൂട്ടിയിട്ടില്ല. പിന്നെ എത്ര എനിക്ക് മാർക്ക് കിട്ടിയേ? ഞാൻ 9 കൂട്ടിയെന്ന് പറഞ്ഞു. ഞാൻ 9 കൂട്ടിയത്. മനസ്സിലായോ? ഇത്തരം തമാശകൾ നിങ്ങൾ വീട്ടിൽ നിന്ന് പറയണം കേട്ടോ മക്കളുമായിട്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അവരുടെ പോസിറ്റീവായി പരിഹരിക്കുക. എന്താ വേണ്ടേ? ഇമോഷണൽ ക്വഷ്യന്റ്. മൂന്നാമത്തത് പാഷണൽ ക്വഷ്യന്റ്. അതാണ് ഞാൻ ഇത്രയേരം പറഞ്ഞത്. സർഗാത്മകത വളർത്തുക. അനുഭൂതിയുടെ ലോകത്തിൽ ആനന്ദത്തിലേക്ക് പോകാൻ കഴിയണം. ഇന്ന് ലോകത്തിന്റെ വികസനത്തിന്റെ മാനദണ്ഡം ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസ്, സന്തോഷമുണ്ടോ? എത്ര പൈസയും കൊട്ടാരം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. സന്തോഷമുണ്ടോ? ഉരുവച്ചാലിൽ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ, അച്ഛനില്ല, അച്ഛനും വിട്ടുപോയത്, അമ്മയും മോനും ആ ഉരുവച്ചാൽ ടൗണിലൂടെ നടക്കുന്ന കണ്ടാൽ ആൾ അത്ഭുതപ്പെടും. എന്തൊരു സ്നേഹാന്നറിയാം അമ്മയും മോനും, ഭയങ്കര അടുപ്പാ. അവസാനം ആ പയ്യൻ ഒറ്റ മോനാ ആത്മഹത്യ ചെയ്യും. ആ അമ്മ എങ്ങനെ സഹിക്കും? എന്താ ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞോ? ഒരു വിഷയത്തിൽ 1 മാർക്ക് കുറഞ്ഞു പോയി. വിചാരിച്ച A+ കിട്ടിയില്ല, B.Tech. ഒരു വിഷയത്തിൽ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. അവൻ അമ്മയെ പറ്റി ചിന്തിച്ചോ? തന്റെ ജീവിതത്തെ പറ്റി ചിന്തിച്ചോ? ഒന്നുമില്ല. എന്താ കാരണം? അവൻ ഇമോഷണൽ ക്വോഷ്യന്റ് ഇല്ല. പെട്ടെന്ന് ദേഷ്യം വരുമ്പോ അതിനനുസരിച്ച് പെരുമാറുക, അതുണ്ടാക്കുക. അതുണ്ടാകണമെങ്കിൽ ആർദ്രതയുണ്ടാവണം. പൂക്കളെ സ്നേഹിക്കാൻ കുട്ടികളെ പഠിപ്പിക്കണം. പൂക്കളുടെ കാൽപ്പനികത, പൂവിന്റെ സ്വപ്നങ്ങൾ പൂക്കളെക്കാളും മൃദുലവും സൗമ്യവുമായിരിക്കും. അത്രമേൽ മണമുള്ള കുടമുല്ലപ്പൂകൾക്ക് എത്ര കിനാക്കളുണ്ടായിരിക്കും. പൂക്കളെ സ്നേഹിക്കാൻ പഠിക്കുക. പൂക്കളുടെ മാർദ്ദവത്വം അവന്റെ സ്വഭാവത്തിൽ ഉണ്ടാവണം. പൂക്കളുടെ സുഗന്ധം അവന്റെ സ്വഭാവത്തിൽ ഉണ്ടാവണം. പൂക്കളുടെ മധുരിമ അവന്റെ സ്നേഹത്തിൽ ഉണ്ടാവണം. അതുകൊണ്ട് പൂക്കളെ ഇഷ്ടപ്പെടുന്ന കുട്ടികളെ വളർത്തുക. സ്പിരിച്വൽ ക്വഷ്യന്റ്, ധാർമ്മിക മൂല്യങ്ങൾ ഉണ്ടാവണം. ധാർമ്മിക മൂല്യങ്ങൾ
സത്യം, സ്നേഹം, ഇതൊക്കെ വേണം. അല്ലാതെ ബൈബിളും ഖുറാനും ഗീതയും വായിച്ചുകൊണ്ട് മാത്രം ധാർമ്മികത കിട്ടുമെന്ന് ആരും വിചാരിക്കട്ടെ. അത് നല്ലതൊക്കെ, നല്ല കാര്യം. പക്ഷെ അതിലുള്ള കഥകൾ നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കലുണ്ടോ? അത് പണ്ടത്തെ ദൈവത്തിന്റെ കഥയായിട്ടല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന്റെ പ്രസക്തി പറഞ്ഞു കൊടുക്കണം. അതിനെപ്പറ്റി ചർച്ചകൾ നടത്തണം. ഞാൻ കഴിഞ്ഞ കർക്കടക മാസത്തിൽ 32 ദിവസം, കർക്കടക ഇവിടെ 32 ദിവസം രാമായണത്തെ കുറിച്ച് യൂട്യൂബിൽ പ്രഭാഷണം നടത്തി. 32 വിഷയങ്ങളിൽ. ആ പ്രഭാഷണത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായത്, ആ പ്രഭാഷണങ്ങൾ കുറെ ആള് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്തതിന്റെ അല്ല ഗുണം, അത് മുഴുവൻ റെക്കോർഡ് ചെയ്തത് എന്റെ മോനാ. ആ 32 വിഷയം ഓന് ബൈഹാർട്ടായില്ലേ, അതിന് ഞാനെടുത്ത സൂത്ര. അത് 32 വിഷയം ഓനെ പഠിപ്പിച്ച, ഓനിങ്ങനെ ശ്രദ്ധിച്ചിരിക്കല്ലേ. ഓരോ ദിവസം 32 ദിവസം ഇവനെ ഞാൻ പഠിപ്പിക്കുക. അല്ലാതെ ഞാൻ പറയട്ടെ, രാമായണത്തെ പറ്റി പറയട്ടെ, നീ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഇരിക്കൂല. എന്നാൽ ഇത് പറഞ്ഞപ്പോ കൃത്യമായിട്ട് മുഴുവനും കേട്ടു. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിലും മറുപടി പറയും. ഞാൻ പറഞ്ഞു വരുന്ന അത്തരത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ കേവലം പുരാണങ്ങൾ പണ്ടത്തെ ഇത് കണ്ണും മൂട്ടി വിശ്വസിച്ച് പോകാനല്ല, അതിൽ നമുക്കാവശ്യമുള്ളത് എടുക്കാനും നമുക്കാവശ്യമില്ലാത്ത ഒഴിവാക്കാനും പറ്റണം. ഒരു മഹാഗുരുത്തം കെട്ട ഒരു ചെക്കനെ നന്നാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മാവന്റെ അടുത്ത് പറഞ്ഞു വെച്ചു. ഒരു വിധത്തിൽ ഇവൻ അടുക്കുന്നില്ല. അവസാനം എന്താ ഇവനൊന്ന് നന്നാക്കാൻ മാർഗമെന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അന്ന് ശ്രീകൃഷ്ണ സീരിയൽ നടക്കുന്ന സമയം. അപ്പൊ അപ്പുറത്തെ വീട്ടിൽ സീരിയൽ കാണാൻ ഇവൻ പോയിട്ട് വളരെ താല്പര്യത്തോടെ ഇരിക്കുന്ന കണ്ടു. എന്നാ പിന്നെ ആ കഥ വെച്ചിട്ട് ഇവനെ നന്നാക്കാം, ഇയാള് സ്വന്തമായിട്ട് TV വാങ്ങി ഈ സീരിയൽ വീട്ടിൽ നിന്ന് തന്നെ കണ്ടോ കേട്ടോ എന്ന് പറഞ്ഞു. കൃത്യമായിട്ട് എല്ലാ സീരിയലും കണ്ട്, അപ്പൊ സീരിയലെല്ലാം കഴിഞ്ഞതിന് ശേഷം അത് വെച്ചിട്ട് ഇവനെ നന്നാക്കാൻ വേണ്ടി പുറപ്പെട്ടു. മോനെ, സീരിയൽ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. കൃഷ്ണന്റെ കഥ എങ്ങനെയുണ്ട്? ഗംഭീരാണ്. എന്താ നീ കഥയിൽ നിന്ന് പഠിച്ച ഗുണപാഠം എന്ന് ചോദിച്ചപ്പോ ഇവൻ പറയാ, ഈ നിന്ന് പഠിച്ച ഗുണപാഠം എന്നാ വേണമെങ്കിൽ അമ്മാവനെയും കൊല്ലാന്ന്. കംസനെ കൊന്ന കഥയല്ലേ കണ്ടത് അല്ലേ? വേണമെങ്കിൽ അമ്മാവനെയും കൊല്ലാം. ഞാൻ പറഞ്ഞു വന്നത്, അത് ഈ കാലഘട്ടത്തിൽ അതിൽ വേണ്ടാത്ത ഒഴിവാക്കണം, വേണ്ടതെടുക്കണം. അത്തരത്തിൽ അവരെ പഠിപ്പിക്കുക, ധാർമ്മികത പഠിപ്പിക്കണം, സാമൂഹ്യ ബോധം ഉണ്ടാവണം. ഈ സാമൂഹ്യ ബോധം എങ്ങനെയാണ്? സാമൂഹ്യ ബോധം എങ്ങനെയാണ്? നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ ചുറ്റുവട്ടമുള്ള ലോകത്തെ പറ്റി ചർച്ച ചെയ്യാറുണ്ടോ? ഇപ്പൊ ഇന്ത്യൻ പാർലമെന്റ്, പഴയ പാർലമെന്റ് ഒഴിവാക്കി ഇന്ന് പുതിയ പാർലമെന്റിലേക്ക് പോവുക. ആ പാർലമെന്റ് എപ്പോ ഉണ്ടാക്കിയതാണെന്ന് വീട്ടിൽ നിന്ന് ഒരു ചർച്ച നടത്തിയത്. ആ പാർലമെന്റിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയെ പറ്റിയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്നലെ പ്രസംഗിച്ചു. എന്താണ് നെഹ്റുവിനെ പറ്റി പ്രസംഗിച്ചു? ചർച്ച നടത്തിയോ? റോഡിലുണ്ടാ നാരായണാട്ടം പോകുന്നത്. നാരായണാട്ടം എങ്ങോട്ടാ? എനക്കൊന്ന് പേരാവൂര് പോകണം. ആയിക്കോട്ടെ, നിങ്ങൾ വിട്ടോ, കുറച്ച് കഴിയുമ്പോൾ തുടങ്ങും. അതേതാ മുതലെന്നറിയോ? ഓനെപ്പോലത്തെ ദുഷ്ടം വേറെയില്ല, നാരായണൻ ഇല്ലാത്ത കുറ്റമില്ല. കുറച്ച് കഴിഞ്ഞ് സെബാസ്റ്റ്യൻ വന്നു. സെബാസ്റ്റ്യനെ കൊണ്ടും പറഞ്ഞു കുറ്റം. മജീദ് പോകുമ്പോൾ മജീദും മോശ, പഞ്ചായത്ത് മെമ്പർ അതിലും മോശ, പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നിനും കൊള്ളില്ല, MLA തീരെ പോക്ക, മന്ത്രിമാരൊന്നിനും കൊള്ളില്ല, മുഖ്യമന്ത്രി അറുപക്ഷലൻ, പ്രധാനമന്ത്രി മഹാഭീകരവാദി, എല്ലാം പോക്ക. ലോകത്തൊരാളെ ഉള്ളൂ എന്നല്ലേ? ആരാത്? ഞാൻ മാത്രം. ഈ ചർച്ചകളാണ് കുട്ടികൾക്ക് ഒരു സ്വഭാവം ഉണ്ടാകുന്നത്. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ കുഴപ്പമില്ല, നിങ്ങളെല്ലാം മോശക്കാരാ. അവനാണ് വേറെ പാർട്ടിയെ കാണുമ്പോ, വേറെ മതത്തെ കാണുമ്പോ, വേറെ ജാതിയെ കാണുമ്പോ, വേറെ ദൈവത്തെ കാണുമ്പോ അതൊന്നും പറ്റൂല. എന്റെ മതം മാത്രം, എന്റെ പാർട്ടി മാത്രം, എന്റെ ദൈവം മാത്രം ശരിയെന്ന ചിന്തയുണ്ടാവുന്നത്. അതുകൊണ്ട് പരിക്കനാണ് ഈ ലോകം. പക്ഷേ ആരാമങ്ങളുമുണ്ട് ഇവിടെ, പൂന്തോട്ടങ്ങളും ഇവിടെ ഉണ്ട്. സുഗതകുമാരി ടീച്ചറുടെ വരികളാ. ഈ ലോകത്തിന്റെ തോന്നിയാസങ്ങളെ പറ്റിയിട്ട് മാത്രം ചർച്ചയല്ല, നല്ല സംഭവങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. ആ നല്ല കാര്യങ്ങൾ കാട്ടിക്കൊടുക്കുക, നല്ല മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ സൂചിപ്പിച്ചു കൊടുക്കുക. അത്തരത്തിൽ നല്ല കാര്യങ്ങൾ കാട്ടിക്കൊടുക്കുന്നവരായി മാറണം. നല്ല കാര്യങ്ങൾ കാട്ടിക്കൊടുക്കണം. അതാണ് നല്ല കാര്യങ്ങൾ കാട്ടിക്കൊടുക്കണം. അങ്ങനെയാണ് അവന് സോഷ്യോ കോഷ്യന്റ് ഉണ്ടാക്കുക. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്ന മനോഭാവം. ഞാനും കുഴപ്പമില്ല, നിങ്ങളും കുഴപ്പമില്ല. എപ്പോഴും അവഹേളനങ്ങൾ കേട്ട കുട്ടികൾ, അവരുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാവും, ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. അവരാണ് എന്തിനും. നിങ്ങൾ നോക്ക്, ഇപ്പോ പണ്ട് പെൺകുട്ടികളായിരുന്നു ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ എന്ന് പറഞ്ഞിട്ട്. എന്തെങ്കിലും ചോദിച്ചാൽ ഒരു മോളെ ഒരു പാട്ടുപാട്, ഒരു സ്വാഗതം പറയാന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങള് 50 പൈസേന്റെ സഞ്ചി അടുപ്പ് കാണിച്ച പോലെ ഈ എന്നെ വിളിക്കല്ലപ്പാ എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടു. ആൺകുട്ടികളായിരുന്നു സാറ് നേരെ തിരിഞ്ഞു കേട്ടോ. ഇപ്പൊ ആൺകുട്ടികൾ ഭയങ്കര നാണം കുടികളാ, പെൺകുട്ടികൾ 1.5 പെൺകുട്ടികളായിപ്പോ.
ഭയങ്കര കേട്ടോ. പണ്ടല്ല ആൺകുട്ടികളെയും പെൺകുട്ടികളെ വഴിതെറ്റിക്കൽ. ഇപ്പൊ നേരെ തിരിച്ചിട്ട് അറിയങ്ങള് പെൺകുട്ടികളെ ആൺകുട്ടികളെ വഴിതെറ്റിക്കുന്നേ. അതാണ് പയ്യന്നെ നടക്കും. എന്താടാ ഇനി അനങ്ങാത്ത, നീ കാണത്തില്ല എന്നെല്ലാം പറയുമ്പോൾ ചെക്കൻ വിചാരിക്കുക മോശമായി പോയില്ലേ, അതുകൊണ്ട് പിന്നെ പെണ്ണ് പറയ പോലെ പോയി ചെയ്യും. അച്ഛനും അമ്മയും ഒരു ബന്ധമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ പച്ചക്കളവും പറഞ്ഞിട്ട് പോയി എന്ന് കേൾക്കാം അല്ലെ. ഒരു ബന്ധമില്ലാതെ പോയി കളിയും. അതാണ് എന്തുകൊണ്ടാ ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ. എന്നാൽ ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ. ഇപ്പൊ ആൺകുട്ടികളാണ് ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ. ഞാൻ കുഴപ്പമൊന്നും, ഞാൻ മോശാന്ന് നിങ്ങളെല്ലാം വലിയ ആളാണ്. വേറെ മൂന്നാമത്തെ ഒരു ടീമുണ്ട്, ഐ ആം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ. ഞാനും പോക്ക, നിങ്ങളും പോക്ക, ലോകം മൊത്തം പോക്ക. ഇത് നന്നാവില്ല, എല്ലാം മോശ. ഗ്രാമസഭ നടക്കുമ്പോ റോഡ് വന്ന് പീടിയെന്ന് പറയും ഇതെല്ലാം തട്ടിപ്പാ, ഇത് വിൽക്കെല്ലാം വേണ്ടിയിട്ട് ആയിരിക്കോ അവരെല്ലാം നേരത്തെ തീരുമാനിച്ചാക്കി കൊടുക്കാനാ. അപ്പൊ പീഡിയക്കാരൻ പറയാം എന്നാ പിന്നെ ആടെ പോയി പറയാറോ എനിക്ക്. അന്നേരം പറയാം അയ്യോ നമ്മളാരാപ്പാ പറയേ, ഐ ആം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ. എന്നാൽ നമ്മുടെ കുട്ടികളെ ഐ ആം ഓക്കെ യു ആർ ഓക്കെ ആയിട്ട് വളർത്തുക. അതാണ് സോഷ്യോ കോഷ്യന്റ്, എക്കോ കോഷ്യന്റ്. നിങ്ങള് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ട് പത്രത്തിന് അയച്ചു കൊടുത്തിട്ട് മിഞ്ഞാന്നത്തെ പത്രത്തിലാകുക ഫോട്ടോ വന്നു. അറിയുന്നത് വെളിയമ്പ്ര പഴശ്ശി ഡാമിൽ ചീപ്പിട്ടപ്പോ അവിടെ വന്നടിഞ്ഞ കുപ്പി, 10 ഏക്കർ സ്ഥലത്തുണ്ട് കുപ്പി, പ്ലാസ്റ്റിക് കുപ്പി. ഇതാരാ? നിങ്ങൾ എറിഞ്ഞതല്ലേ, നിങ്ങളെ വീട്ടിൽ നിന്ന് പോയതാ. ഈ തൊണ്ടിയിലെ പുഴയിലൂടെ ഒലിച്ചു പോയിട്ട് ബാവലി പുഴയിൽ ചേർന്ന് ഓടത്തോട് വഴി ഒഴുകിയിട്ട് അത് നേരെ പാലപ്പുഴയായി ആറളപ്പുഴയായിട്ട് അത് ഇരുട്ടി കൂട്ടുപുഴയായി ചേർന്നിട്ട് അതിന്റെ അടിയിലൂടെ പോയിട്ടല്ലേ വെളിയമ്പ്ര അണക്കെട്ടിൽ പോയി ചേരുന്നേ. അപ്പൊ ഈ കുപ്പി ആരെറിഞ്ഞതാ? നിങ്ങളും നിങ്ങളുടെ മക്കളും എറിഞ്ഞതല്ലേ. കുപ്പി വലിച്ചെറിയരുത്, ഒരു മുട്ടായി കടലാസ് പോലും മണ്ണിൽ എറിയരുതെന്ന് നിങ്ങൾ പഠിപ്പിച്ചോ? ശുചിത്വ ബോധം എന്ന് പറയുന്നത് കുട്ടിയുടെ സ്വഭാവ ഗുണത്തിന്റെ പ്രത്യേകതയാണ്. അത് പഠിപ്പിച്ചോ? ഇല്ല. പ്രകൃതിയെ എനിക്ക് വേണ്ടിയുള്ളതാണ്, ഇത് ചൂഷണം ചെയ്യാൻ വേണ്ടി പ്രകൃതിയെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാന്നുള്ള തെറ്റിദ്ധാരണ. അതുകൊണ്ട് പാരിസ്ഥിതിക ബോധം കുട്ടികളിൽ ഉണ്ടാവണം. പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. പിന്നെ ഒരു ക്വസ്റ്റ്യന്റ്, ഡൈവേഴ്സിറ്റി ക്വസ്റ്റ്യന്റ്, വൈവിധ്യങ്ങളോട് പൊരുത്തപ്പെടാൻ കുട്ടികളെ പഠിപ്പിക്കുക. എല്ലാ പാർട്ടിക്കാരുണ്ട്, എല്ലാ മതമുണ്ട്, എല്ലാ ജാതിയുണ്ട്, പല വേഷങ്ങളുണ്ട്, എല്ലാവരും ഒരുപോലെയാണ്. എന്നൊക്കെ രസം ഉണ്ടാവുക. നമ്മുടെ കുട്ടി എല്ലാ കുട്ടികളെ പോലെ ഒരേ കോലത്തിലാ. ആൺകുട്ടികളെല്ലാം കിങ് ഓഫ് കോത്തയിലെ ദുൽഖർ സൽമാനെ പോലെ, പെൺകുട്ടികളെല്ലാം ഐശ്വര്യ റോയിനെ പോലെ,